ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാനൊക്കെ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. എന്നാലും ഇന്നൊരു വീഡിയോ ഇടുന്നു. ഒന്ന് രണ്ട് ചെടികളുടെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ഹൈബ്രിഡ് ബട്ടൺ റോസിൻ്റെ കോംബോയാണ്. 3 കളറാണ്. ഒന്ന് നിറച്ച് പൂ പിടിക്കുന്ന റെഡ്, ഒരുപാട് പൂ പിടിക്കുന്ന റെഡ്, അതേപോലെ പൂ പിടിക്കുന്ന യെല്ലോ, അതുപോലെ തന്നെ നിറച്ച് പൂ പിടിക്കുന്ന ഒരു ഓറഞ്ച്. ഈ 3 റോസും കൂടി കോംബോ ഓഫറിൽ. അടുത്ത ഓഫറിൽ കാണിക്കുന്ന പ്ലാന്റ് ഒന്ന് ബലൂൺ റോസാണ്. ബലൂൺ റോസും രണ്ടാമത്തത് ഈ ഓറഞ്ച് റോസാണ്, നിറച്ച് പൂ പിടിക്കുന്ന ഓറഞ്ച് റോസാണ്. അതും പിന്നെ ചില്ലി റെഡും. ഇത് 3ഉം കൂടി നമ്മൾ ഓഫറിന് ഇടുന്നത് 315 രൂപയ്ക്കാണ്. ഇതിനകത്ത് ഈ ചില്ലി റെഡ് വേണ്ടാത്തവർക്ക് പകരമായിട്ട് റെഡ് പിനാക്കിയോ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ 3 റോസാണ് നമ്മൾ കോംബോ ഓഫറിൽ ഇട്ടിട്ടുള്ളത്. അതായത് ബലൂൺ റോസ്, ഒരു ഓറഞ്ച് റോസ്, ചില്ലി റെഡ് വേണ്ടാത്തവർക്ക് റെഡ് പിനാക്കിയോ. ഇത് 3ഉം കൂടി 315-നാണ് നമ്മൾ ഓഫറിന് ഇട്ടിട്ടുള്ളത്. നമ്മളെ കാലാവസ്ഥയുമായിട്ട് നല്ലതുപോലെ യോജിച്ച് പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങിയ നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളാണ്. ഒന്നും കൂടി നമ്മളെ കാലാവസ്ഥയിലിരുന്ന റോസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും പിടിച്ച് കിട്ടുമോ എന്നുള്ളൊരു സംശയം വേണ്ട. ഇനി അടുത്തത് നമ്മളെ നാടൻ റോസുകളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഒന്ന് നമ്മളെപ്പോഴും സെയിലിനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന നാടൻ മഞ്ഞ റോസ. ഇത് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളാണ്. ഇത് ആ പ്ലാന്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വരുന്നത് നാടൻ വൈറ്റ്, നമ്മളെ പഴയകാല ഒരു പട്രോസിൻ്റെയൊക്കെ വൈറ്റ് കളറാണ്. അതിൻ്റെ റേറ്റ് 150ആണ്. ചട്ടിയിലെ വലിയ റോസുകളാണ്. പിന്നെ വരുന്നത് പനിനീർ റോസ്, നല്ല മണമുള്ള റോസ്. ഇതിൻ്റെ റേറ്റ് 150 രൂപയാണ്. ഇത് കോംബോ ഓഫറിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി നാടൻ റോസിൻ്റെ ഒരു കോംബോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്, അതും കാണാം. നെക്സ്റ്റ് വരുന്നത് നാടൻ റോസിൻ്റെ ഒരു കോംബോയാണ്. ആദ്യം ഏതൊക്കെ റോസാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നമ്മളെ നല്ല റെഡ് കാശ്മീരി റോസാണ്. രണ്ടാമത് വരുന്നത് നമ്മളെ എലിസബത്ത് റോസാണ്. നിറച്ച് ഇതെല്ലാം നിറയെ പൂ പിടിക്കുന്ന റോസുകളാണ്. പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, എപ്പോഴും ഫ്ലവർ ഇട്ട് നിൽക്കുന്ന, വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത റോസുകളും കൂടിയാണ്. അങ്ങനെ നമ്മളെ എലിസബത്ത്. പിന്നെ വരുന്നത് നമ്മളെ പഴയകാല പനിനീർ റോസ്, നല്ല മണമുള്ള റോസ്, മുട്ടക്കായി തുടങ്ങിയ പ്ലാന്റാണ്. പിന്നെ വരുന്നത് നമ്മളെ ബ്രിട്ടീഷ് ക്യൂനാണ്. അതും ഇതുപോലെ നിറച്ച് പൂവിടുന്ന റോസാണ്, നല്ല മണമുള്ള റോസാണ് ബ്രിട്ടീഷ് ക്യൂൻ. പിന്നെ നമ്മളെ 7 ഡേയ്സ്, 7 ദിവസത്തിൽ കൂടുതൽ ഈ ഫ്ലവർ നിൽക്കും. 7 ദിവസം ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു റോസാണ്. പിന്നെ വരുന്നത് നമ്മളെ പഴയകാല പട്രോസ്. ഈ 6 റോസിനും കൂടി ചേർത്ത് 450 രൂപ. കൊറിയർ ചാർജ് ഇൻക്ലൂഡിംഗ് ആണ്. കൊറിയർ ചാർജ് വേണ്ടാതെ തന്നെ 450 രൂപയ്ക്ക് ഞങ്ങൾ തരുന്നതാണ്. അടുത്ത് വേറെ 2 വെറൈറ്റി റോസും കൂടിയുണ്ട്, അതിനെ പരിചയപ്പെടാം. ഇത് ഇതുപോലെ തന്നെ നിറയെ പൂ പിടിക്കുന്ന ഒരു വൈറ്റും പിങ്കും കൂടി, ലൈറ്റ് പിങ്കും കൂടി ഷെയ്ഡ് വരുന്ന ഒരു റോസാണ്. നിറച്ച് പൂ പിടിക്കുന്ന ഒരു വൈറ്റ് റോസാണ്. പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു റോസാണ്. ഇതെല്ലാം നാടൻ റോസുകളാണ്. ഡബിൾ ഷെയ്ഡ്, ഇതിനകത്തൊരു പിങ്ക് ഷെയ്ഡും കൂടി വരും. ഇത് ഫ്ലവർ പൂത്ത് കഴിഞ്ഞതുകൊണ്ടാണ്, നല്ലതുപോലെ വിരിഞ്ഞ് കഴിഞ്ഞതുകൊണ്ടാണ് ഈ മജന്ത കളറിൽ മാത്രം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്കും കൂടി വരുന്നതാണ്. ഈ 2 റോസിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ 210 രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ നിക്കോഡിയ പ്ലാന്റാണ്. നിക്കോഡിയ പ്ലാന്റ് ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട്. 80 രൂപയാണ് നിക്കോഡിയ പ്ലാന്റിൻ്റെ റേറ്റ്. അതായത് എപ്പോഴും അങ്ങനെ സീസണില്ലാതെ ഫ്ലവർ ഇടുന്ന നല്ല മനോഹരമായ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 80 രൂപ. ഇത് ഇത്രയാണ് നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ടുള്ളത്.
എല്ലാവരും ആവശ്യക്കാർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്ലാന്റ് ബുക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ അഡ്രസ്സും കൂടി ഇടുക. പിൻകോഡ് തെറ്റാതെ അഡ്രസ്സും കൂടി ഇടുക. അഡ്രസ്സും കൃത്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ വിളിച്ചിട്ട് അഡ്രസ്സ് ചോദിക്കേണ്ടുന്ന ഒരവസ്ഥ. ചില ആൾക്കാർ പൈസ ഇട്ടിട്ട് അഡ്രസ്സ് ഇടാൻ മറന്നു പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിന്നാൽ എനിക്കും കൂടെ കുറച്ച് സഹായമാവും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.